കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. അത് എൻ്റേതായ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഓരോന്നെടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പോയിക്കോളാം. ഒരു 3/4 കിലോ ചിക്കൻ, 4 പേർക്കുള്ള ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും ഉണ്ട്. അത് നമുക്ക് അരച്ചുകൊണ്ട് വരാം. നമ്മളിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ മാറിനേറ്റ് ചെയ്യാം. നമുക്ക് അരപ്പിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണ് തൈരൂടെ ചേർത്ത് കൊടുക്കാം. വലിയൊരു സ്പൂണ് തൈര്. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ചേർത്തത്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഗരം മസാല 2 സ്പൂണ്, അല്പം മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് നമുക്ക് മാറിനേറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടില്ല. പച്ചമുളകും കുരുമുളക് പൊടിയും കൂടുതൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് മാറിനേറ്റ് ചെയ്യാം. നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് സവാള ഫ്രൈ ചെയ്യാം. അതുപോലെ തന്നെ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. 2.5 ഗ്ലാസ് അരി നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്താണ് നമ്മളന്ന് എടുക്കുന്നത്. ഇനി അരിയിലേക്ക് ഒഴിക്കാൻ നമുക്ക് വെള്ളം ചൂടാക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കതിന് കോരിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിയാതെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇത് കോരിയെടുക്കണം. നമുക്ക് ബിരിയാണിക്കുള്ള മസാലയ്ക്ക് വേണ്ടി ഒരു 3 സ്പൂൺ തേങ്ങ, 1 സ്പൂൺ അണ്ടിപ്പരിപ്പ്, കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരണം. സവാള ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കോരിയെടുക്കാം. നമുക്ക് ബാക്കി സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ബിരിയാണിക്കുള്ള റൈസ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. നെയ്യ് ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് സ്പൈസസും പിന്നെ ഉണക്കനാരങ്ങയും നമ്മൾ ചേർത്ത് കൊടുക്കാം. സവാള വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് കറിവേപ്പിലയും കൂടെ വറുത്ത് കോരിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വെന്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച്
ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് വെക്കാൻ, ബാക്കി ദം ചെയ്യുമ്പം അത് വേവും. വറുത്ത എണ്ണയാണ്, നമ്മളതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. അടച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കാം, വേവിച്ചെടുക്കണം. ഇറച്ചി പകുതി വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച പകുതി സവാളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കത് ഇളക്കി യോജിപ്പിക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും റൈസ് ചേർത്ത് കൊടുക്കാം. അധികം പ്രസ് ചെയ്ത് കൊടുക്കണ്ട, എല്ലായിടത്തും ആയിട്ട് നമുക്ക് റൈസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട്, പകുതി റൈസ് ഞാനിത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്ത് വെച്ചത് പകുതി ചേർത്ത് കൊടുക്കാം. മല്ലിയില നമുക്ക് പകുതി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഫ്രൈ ചെയ്ത് വെച്ചതും കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ബാക്കി റൈസ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അല്പം കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം. ശകലം അല്പം മസാലയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഞാനിതിനകത്ത് എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. ഒരു മഞ്ഞൾപ്പൊടി 1 സ്പൂൺ എടുത്ത് 1 സ്പൂൺ പാലിനകത്ത് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ബാക്കി ഇരിക്കുന്ന സവാളയും കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തതും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നു. ബാക്കിയിരുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ മുകളിലേക്ക് നെയ്യൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അത് നമുക്കതിൻ്റെ ഒട്ടും കുഴഞ്ഞിട്ടില്ല, അടിക്ക് പിടിച്ചിട്ടില്ല. നല്ല ബിരിയാണി, സൂപ്പർ ബിരിയാണി. എൻ്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. എൻ്റെ പേരിൽ അറിയപ്പെടുന്ന ബിരിയാണിയാണ്. നമ്മുടെ ബിരിയാണി പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. സാലഡും നാരങ്ങ അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. മുട്ട ഞാൻ പുഴുങ്ങിയിട്ടില്ല. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. 3 പേർക്കുള്ള ബിരിയാണിയാണ് റെഡിയാക്കിയത്. എന്നാലും 4 പ്ലേറ്റ് ബിരിയാണി ഉണ്ട്. അപ്പോൾ മുട്ടയും കൂടെ പുഴുങ്ങിയാൽ എല്ലാം കൂടെ വേസ്റ്റായി പോവും. അതുകൊണ്ടാണ് പിന്നെ മുട്ട പുഴുങ്ങാഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി വന്നാൽ തരാം. എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. കണ്ടിട്ട് മാത്രം പോകരുതേ.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.